everybody, welcome back to Evan's Magical World. ഇത് എന്നും ഇവിടുത്തെ പരിപാടിയാ. 2 മിനിറ്റ് 2 പേരും കൂടി മിണ്ടാണ്ടിരിക്കില്ല. എപ്പോ കണ്ടാലും തല്ലുകൂടും. അത് കഴിഞ്ഞിട്ട് എന്താ വിശപ്പ് കഴിഞ്ഞ് തുടങ്ങും. മമ്മി വലുതും കഴിക്കാണ്ടായോ, ഇന്ന് ടേസ്റ്റി വേണം അത്. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ടേസ്റ്റി ആയിക്കോട്ടെ, പക്ഷെ ഹെൽത്തിയും ആയിക്കോട്ടെ, പിന്നെ എനിക്ക് ഇച്ചിരി സ്ട്രെസ് കുറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ഇച്ചിരി ഗോതമ്പ് പൊടി എടുത്തു. എന്നിട്ട് ഉച്ചയ്ക്ക് ബാക്കി ഉണ്ടായിരുന്ന പാലക്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാ പറയാം, ഇംഗ്ലീഷിൽ സ്പിനാച്ച് എന്ന് പറയും. മലയാളം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ചീര എന്നാണ് എഴുതിക്കുന്നത്, പക്ഷെ ചീരല ഞാൻ കേട്ടേക്കുന്നത് വേറെയാണ്. എന്തായാലും സ്പിനാച്ച് ആണ്, പാലക്കാണ് ഹിന്ദിയിൽ പറയാം. എനിക്ക് മലയാളത്തിന്റെ അത്ര പിടിയില്ല, പക്ഷെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോ കിട്ടിയത് ചീരയില എന്നാണ്. അപ്പൊ അത് അതിന്റെ ഒരു ഭാജി ഉണ്ടായിരുന്നു, ഒരു ഡ്രൈ സബ്ജി എന്ന് പറയാം, അതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ഇട്ടു. പിന്നെ അതിന്റെ ഉള്ളിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു. എന്തായാലും ഉണ്ണികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. പിന്നെ ഒരു സ്വാദിന്, ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ജീരകവും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കുഴയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിൽ വെള്ളം ഒഴിക്കരുത്, കാരണം ഈ പാലക്ക് എന്ന് പറഞ്ഞ ഈ വെജിറ്റബിളിന്, ഒരു ലീഫി വെജിറ്റബിളിന് അതിൻ്റെതായ വെള്ളമുണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ, ലീഫി വെജിറ്റബിൾ എപ്പോഴും വെള്ളം വിടുന്നു. അപ്പൊ ആദ്യം ഇത് കുഴയ്ക്കുമ്പോൾ ആ വെള്ളം മുഴുവനും സോക്ക് ചെയ്തെടുക്കണ വരെ ഒന്ന് കുഴച്ച് നോക്കാം. പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവും വെള്ളം ആഡ് ചെയ്യണോ വേണ്ടേന്ന്. ഇപ്പൊ എനിക്ക് തോന്നി ഇച്ചിരി വെള്ളം ആഡ് ചെയ്യണം എന്ന്. അത് കാരണം ഞാൻ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തു. അങ്ങനെ നല്ല ഫേം ദോ ആയിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഇച്ചിരി സ്റ്റിക്കി പോലെ തോന്നും, പക്ഷെ പേടിക്കേണ്ട, കാരണം നമ്മൾ ഒരു സൂത്രം ഇടും ഇതിന്റെ ഉള്ളില്. അപ്പൊ അത് സ്റ്റിക്കിനെസ് പോവും. അത് ഇടുന്നതാണ് ഈ കാണുന്ന നെയ്യ്. ഒരു തുണ്ട് നെയ്യ് ഇട്ടാൽ മതി. അപ്പോഴേക്കും ഈ നല്ല രസത്തില് ഇങ്ങനെ നമുക്ക് കുഴച്ച് നല്ല ക്യൂട്ട് ബോളായിട്ട് ഈ ഒരു ദോ കിട്ടും. അപ്പൊ ഇങ്ങനെ ഞാൻ നെയ്യ് ഒഴിച്ചു. അത് നല്ലോണം കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ 2 ബോളാക്കി, ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണുള്ളൂ, കാരണം ഇത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊരു 2 സ്മോൾ ക്യൂട്ട് ബോൾസ് ആക്കി കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇത് പരത്താൻ പോവാണ്. ഇപ്പൊ ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ എടുക്കണം, കാരണം അത്ര നന്നായിട്ട് എനിക്ക് പരത്താൻ പറ്റില്ല. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കാണിച്ചു തരാണ്. നോർമലി നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ പരത്തിയാൽ മതി, അത്ര ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഇതില്. അപ്പൊ ഞാൻ ഇങ്ങനെ പരത്തി കുറച്ചും കൊണ്ട് പരത്തി ശരിക്കും നോർമൽ ചപ്പാത്തിയുടെ സൈസ് ആവുമ്പോ നമുക്കത് നമ്മുടെ തവയിലേക്ക് ഇടാം. ഓക്കെ, ചപ്പാത്തി ഉണ്ടാക്കുന്ന നോർമൽ തവയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വേവുമ്പോൾ നമുക്ക് ചെറിയ ബബിൾസ് പൊങ്ങണ പോലെ തോന്നും. അപ്പൊ നമുക്കിത് മറിച്ചിട്ടിട്ട് പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് നെയ്യ് പരട്ടി കൊടുക്കാം. കാരണം ഉണ്ണികൾക്ക് നെയ്യാണ് നല്ലത് ഓയിലിനേക്കാളും. ചിലർ ഓയിൽ പരട്ടും, ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഗീ ആയിരിക്കും, ദാറ്റ് ഈസ് ക്ലാരിഫൈഡ് ബട്ടർ, നെയ്യ്. അപ്പൊ ഇത് ഇച്ചിരി വെന്തു. അപ്പൊ നമുക്ക് ഇനി ഇത് ഒന്ന് ടേൺ ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് നെയ്യ് പരട്ടാം. നെയ്യ് പരട്ടുമ്പോ തന്നെ നല്ലോണം അത് വേവണ പോലെ, നല്ല എന്താ പറയാ, ഇങ്ങനെ വലിയ ബബിൾസ് വരണ പോലെ തോന്നും. അപ്പൊ ഇങ്ങനെ ഞാൻ നെയ്യ് പരട്ടും. ഉണ്ണികളായ കാരണം കുറച്ച് കൂടുതൽ പരട്ടണം, നമ്മൾക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് പരട്ടാം. ഒരു സൈഡ് പരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത സൈഡും കൂടി ഫ്ലിപ്പ് ചെയ്തിട്ട് നെയ്യ് പരട്ടാം. ഇത് ഞാൻ ഉണ്ടാക്കിയത് പാലക്, ദാറ്റ് സ്പിനാച്ചിന് കൊണ്ട്. നമുക്ക് ഏത് ലീഫി വെജിറ്റബിൾ വീട്ടിലുണ്ടോ, ഫെനുഗ്രിക് ആയാലും മേത്തി ആയാലും ഏത് വെജിറ്റബിൾ, ഇങ്ങനെ ലീഫി വെജിറ്റബിൾ വീട്ടിലുണ്ടോ, ഈവൻ വിത്ത് ക്യാബേജ്, ഇത്ര രസത്തിലുള്ള ഇങ്ങനത്തെ ചപ്പാത്തി, ചിലർ ഇതിന് പറാട്ട എന്ന് പോലും പറയും. ഇത്ര നൈസ് ബ്രൗൺ കളറാ വന്നേക്കണത് നോക്കി ഗീ പരട്ടി കഴിഞ്ഞിട്ട്. ഏത് ലെഫ്റ്റ് ഓവർ സബ്ജി ഉണ്ടെങ്കിലും, ഏത് ലെഫ്റ്റ് ഓവർ കറി ഉണ്ടെങ്കിലും, ബാജി, ഓക്കെ, നോട്ട് കറി, ബാജി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഫില്ലിങ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്യാബേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ നിറച്ചിട്ട് ഉണ്ടാക്കണം. ഇതിപ്പോ ലീഫി വെജിറ്റബിൾ ആയ കാരണം പിന്നെ ഇച്ചിരി വാട്ടറി ആവണം, കാരണം നമുക്ക് ഇതിങ്ങനെ കുഴച്ച് ഉണ്ടാക്കി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കാസറോളിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമ്മൾക്ക് ചൂടോടെ സെർവ് ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ചൂടോടെ അങ്ങോട്ട് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാത്രം എടുത്തു, എന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ച പാത്രത്തിലേക്ക് അങ്ങോട്ട് സെർവ്. Hi Evan, would you like to have this green chapati? Yes. Okay. I'm making even this one also too. Of course. Yay.
Oh my God, so much expressions, huh? How is it? Delicious and yummy. Only delicious and yummy? Yeah, two. Okay, fine.